ഹേ സിനിഫൈൽസ്, നമുക്ക് ടെലിവിഷൻ പ്രീമിയേഴ്സിനെ പറ്റി സംസാരിക്കാം. ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതി ഈസ്റ്റർ ആണല്ലോ. അതേ പ്രമാണിച്ച് ടി വികളിൽ ഒട്ടനവധി പുതിയ സിനിമകളും വരുന്നുണ്ട്, പഴയതുമുണ്ട്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഏഷ്യാനെറ്റിനെ പറ്റി സംസാരിക്കാം. ഏഷ്യാനെറ്റിൽ ഞായറാഴ്ച 6:30 നമ്മുടെ ബ്രോഡ് ആഡിയാണ് സംപ്രേഷണം ചെയ്യുന്നത്. അതിനുശേഷം രാവിലെ 9:30 പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപിൻ്റെ ചിത്രം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ തുടരും എന്ന മൂവി ഉച്ചയ്ക്ക് 12:30 സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ നരിവേട്ട എന്ന ടൊവിനോ ചിത്രം ആദ്യമായിട്ടാണ് സംപ്രേഷണം ചെയ്യുന്നത്. സിനിമ വൈകിട്ട് 4 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കാണാം. അതിനുശേഷം രാത്രി 10:30 നമ്മുടെ പൊന്മാൻ എന്ന ചിത്രവും സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് സൂര്യ ടി വിയിൽ ഏതൊക്കെ ചിത്രങ്ങളാണ് ഈസ്റ്ററിൽ സംപ്രേഷണം ചെയ്യുന്നത് നോക്കാം. ഇത്തിരി പഴയ ചിത്രങ്ങളാണ് കൂടുതലും. രാവിലെ 5 മണിക്ക് നമ്മുടെ മമ്മൂക്കയുടെ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റത്ത് എന്ന ചിത്രമാണ് സംപ്രേഷണം ചെയ്യുന്നത്. അതിനുശേഷം രാവിലെ ഒരു 8:30 നമ്മുടെ ദുൽഖറിൻ്റെ വരൻ ആവശ്യമുണ്ട് എന്ന ചിത്രവും സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ രാവിലെ 11 മണിക്ക് നമ്മുടെ കടുവ എന്ന ചിത്രവും, പിന്നെ ഒരു പുതിയൊരു തമിഴ് ചിത്രമാണ് ബ്ലഡി ബെഗർ. സിനിമ ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കായിരിക്കും സംപ്രേഷണം ചെയ്യുന്നത്. അതിൻ്റെ തമിഴ് ആണ് ഒറിജിനൽ വെർഷൻ, മലയാളം ഡബ്ഡ് വെർഷൻ ആയിരിക്കും ടി വിയിൽ കാണിക്കുന്നത്. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു പുതിയ ചിത്രം സംപ്രേഷണം ചെയ്യുന്നത് അത് നമ്മുടെ മദ്രാസിയാണ്. ശിവകാർത്തികേയൻ്റെ മദ്രാസി എന്ന ചിത്രം ഒരു ഉച്ചയ്ക്ക് 3:30 സംപ്രേഷണം ചെയ്യുന്നത്. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മുടെ മഴവിൽ മനോരമയിൽ രാവിലെ 11 മണിക്ക് ദിലീപിൻ്റെ പവി കെയർ ടേക്കറും, പിന്നെ ഉച്ചയ്ക്ക് 2:15 നമ്മുടെ മമ്മൂക്കയുടെ മാസ്റ്റർ പീസും, പിന്നെ വൈകിട്ട് 5:40 മന്ദാകിനി എന്ന ചിത്രമാണ് സംപ്രേഷണം ചെയ്യുന്നത്. പുതിയ ചിത്രങ്ങളൊന്നും മനോരമയിൽ അവർ സംപ്രേഷണം ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ടെലിവിഷൻ പ്രീമിയറും പിന്നെ OTT വാർത്തകളും, മൂവീസ്, റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.